ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ജൂൺ 7 കേട്ടോ. ഇന്ന് റെഡ് ബി കേക്കിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം അത് പറയുന്നതിന് മുമ്പേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പകുതിയിൽ ഇട്ടിട്ട് പോയാലെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയണത് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാൽ റെഡ് ബി കേക്കിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ്. റെഡ് ബി കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് വെൽവെറ്റ്, ആദ്യത്തെ റെഡ്, ബി എന്ന് പറയുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ്. അങ്ങനെ റെഡ് ബി പറഞ്ഞാൽ റെഡ് വെൽവെറ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഉള്ളിൽ ലെയർ ചെയ്തിട്ടുള്ള കേക്കാണ്. അതായത് നടുവിൽ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് വരും, പിന്നെ റെഡിൻ്റെ സ്പഞ്ച് വരും. ഇതിപ്പോൾ 1.5 കിലോൻ്റെ കേക്കായത് കാരണം 4 ലെയറായിട്ട് ഉണ്ടാക്കണം. 1 കിലോനാണെങ്കിൽ നമ്മൾ 1 കിലോൻ്റെ കേക്കിന് 2 റെഡ് വെൽവെറ്റിൻ്റെ സ്ലൈസും വേണം, 1 ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്ലൈസ് നടുവിലും വേണം കേട്ടോ. ഇതിപ്പോൾ 1.5 കിലോൻ്റെ കേക്കായതുകൊണ്ട് തന്നെ 2 ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചിൻ്റെ സ്ലൈസും അതേപോലെ 2 റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ സ്ലൈസുമായിട്ടാണ് നമ്മൾ കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആ സ്പഞ്ച് ഉണ്ടാക്കുന്നതും അതുപോലെ ഫ്രോസ്റ്റിങ്ങോ അങ്ങനത്തെ ഒന്നും കാണിക്കണില്ല വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അപ്പോൾ അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ സ്പഞ്ച് ഉണ്ടാക്കലും അതുപോലെ സ്ലൈസ് ചെയ്യലും അതുപോലെ എന്താ പറയുക ഉള്ളത്തെ എല്ലാ ഫില്ലിങ്സൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിലെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് റെഡ് ബി കേക്ക് ഡിസൈൻ ചെയ്യുന്നതും അതിൻ്റെ കൂടെ തന്നെ ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ ഒരു വീഡിയോ അത് ജസ്റ്റ് ഡിസൈൻ ചെയ്യുക. അത് 2 വയസ്സുള്ള കുട്ടറെ 1 കിലോൻ്റെ കേക്കാണ് കേട്ടോ. അങ്ങനെ ഈ 2 കേക്കിൻ്റെയും വീഡിയോസായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കേക്കിന് നമ്മൾ ആദ്യം ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ സ്പഞ്ചൊക്കെ വെച്ച് എന്താ പറയുക ഫസ്റ്റത്തെ കറക്റ്റായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കേക്ക് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു 1/4 ഭാഗം ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ മോഡലാക്കാൻ വേണ്ടിയിട്ട് അതിൽ ചോക്ലേറ്റ് അതായത് വിപ്പിംഗ് ക്രീം ഒരു 1/2 കപ്പ് എടുത്തു. അതിലേക്ക് നമ്മൾ ഒരു 200 ഗ്രാം ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, അത് രണ്ടും കൂടിയിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്ത് ഉരുക്കി. അത് ഓവനിൽ വെച്ചാലും മതി കേട്ടോ. ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് 150 ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ടീസ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴും ഇതേപോലെ ആയി കിട്ടും. ഇനിയിപ്പോൾ ഓവനില്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ. അപ്പോൾ അതേപോലെ ചെയ്ത ഇതുപോലെ നല്ല ചോക്ലേറ്റിൻ്റെ ഗനാഷ് കിട്ടും. അപ്പോൾ ആ ഗനാഷാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഇത് നല്ല കട്ടിയിലാണ് ഞാൻ ഗനാഷ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. സാധാരണഗതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ലൂസാവണമെങ്കിൽ വിപ്പിംഗ് ക്രീം കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ലൂസാവും. അപ്പോൾ ഞാൻ കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയത് നല്ല കന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൽ ഇതേപോലെ കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് അത് ഓവനിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് നന്നായി കയ്യിലും കൊണ്ട് ഇളക്കി കൊടുത്താൽ ഇതേപോലെ വെള്ളം പോലെ ആയി കിട്ടും. ആ ഗനാഷിൽ റെഡ് വെൽവെറ്റിൻ്റെ കളർ ഒഴിച്ചിട്ട് അതും കൂടിയിട്ട് ജസ്റ്റ് ബാക്കിയുള്ള സൈഡിൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് റെഡ് ബി കേക്കിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അത് വെറുതെ ചോക്ലേറ്റ് വെച്ചിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഫോണ്ടൻ ഫ്ലവറിൻ്റെ നടുവിലുണ്ടാവില്ലേ, അതിൽ നമ്മുടെ ഗോൾഡൻ ബോൾസില്ലേ അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് റെഡ് ബി കേക്ക് ഇനിയിപ്പോൾ ഈ മോഡൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. റെഡ് ബി കേക്ക്
അതായത് ഈ ചോക്ലേറ്റിൻ്റെ ഗനാഷും അതേപോലെ വൈറ്റ് ചോക്ലേറ്റ് റെഡ് കളർ കൊടുത്തിട്ട് ആ ഗനാഷും, അങ്ങനെ ഈ 2 ഗനാഷുകളും തമ്മിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ഒഴിക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ലെയർ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് വരി പോലെ ആക്കിയിട്ട് നമ്മൾ ഒരു ടൂത്ത് പിക്കും കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം റെഡും ഇതേപോലെ ചോക്ലേറ്റിൻ്റെ കളറും ആവും കേട്ടോ. അങ്ങനത്തെ ഡിസൈൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ ഡിസൈൻ കൊടുക്കുക. ഈ ഗണാശും കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പോലത്തെ ഡിസൈൻ കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈ കേക്കിനിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്. പിന്നെ ഇനിയിപ്പോൾ വേറൊരു കേക്കിന് അടുത്തത് വരുമ്പോൾ ഞാൻ വേറെ ഡിസൈനും ചെയ്യാം കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് ഏത് ഡിസൈനാണ് നമുക്ക് ഇഷ്ടം വെച്ചാൽ അതേപോലെ ചെയ്യാം. പിന്നെ നമ്മളെപ്പോഴും കേക്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഒലിച്ചിറങ്ങണമെങ്കിൽ ജസ്റ്റ് നമ്മളെപ്പോഴും ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ തോനെയുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അതൊക്കെ പിന്നെ ആകെ അവിടെ കുളമാവും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു നല്ലൊരു ടവൽ വെക്കണം. അതെപ്പോഴും വൃത്തിയിൽ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ലാസ്റ്റ് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വെക്കണം കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി റെഡ് ബി കേക്ക് റെഡി ആയിട്ടോ. നമുക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് പറയണേ, ഇഷ്ടമായിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ കണ്ടില്ലേ, ഫ്ലവർ ഇത് അടുത്തേക്ക് വയ്ക്കുമ്പോൾ ആ ഫ്ലവർ നിങ്ങൾക്ക് കാണുന്നുള്ളൂ. അത് മുകളിൽ വയ്ക്കുമ്പോൾ അതിങ്ങനെ അറിഞ്ഞിരുന്നില്ല. കണ്ടില്ല, 1.5 കിലോൻ്റെ കേക്കാണ്. ചെയ്ത് വന്നപ്പോൾ 1,600 ചില്ലറ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കേക്ക് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പൈനാപ്പിൾ കേക്ക്. അപ്പോൾ പൈനാപ്പിൾ കേക്കിന് ഞാൻ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ഉള്ളിൽ പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെയും കൊടുത്ത് സെറ്റ് ചെയ്ത്, അതുപോലെ മുകളിലാണെങ്കിൽ ജസ്റ്റ് വൈറ്റ് കളർ കൊണ്ട് മൊത്തം കവർ ചെയ്തു നമ്മുടെ വിപ്പിംഗ് ക്രീം കൊണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് ഇതിലൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുറേ കണ്ടിട്ട് ഇനി ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഈ പറയുന്ന സിമ്പിളായിട്ട് കുഞ്ഞു വാവയുടെ ബർത്ത്ഡേ അല്ലേ, 2 വയസ്സുള്ള കുട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് എന്താ പറയുക, നമ്മുടെ മോജീസ് ഇല്ലേ, ഒരു 3-4 മോജീസ് ഉണ്ടാക്കി റെഡ് കളറിൽ. കുട്ടികൾക്ക് അതൊക്കെ ഇഷ്ടം. അതായത് നമ്മുടെ ലോലിപോപ്പില്ലേ, ലോലിപോപ്പ് പോലെ നമുക്ക് കേക്കിൽ കുത്തി വയ്ക്കും, പക്ഷെ മോജീസാന്ന് മാത്രം. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു ലുക്ക് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ സിമ്പിൾ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിൾ കേക്ക് ഉള്ളിൽ ചെയ്തതുകൊണ്ട് തന്നെ മുകളിൽ മഞ്ഞ കളറിൽ ജസ്റ്റ് ഒന്ന് ഒരു ഡിസൈൻ വെച്ച് കൊടുത്തു കേട്ടോ. ഡിസൈൻ ഫുള്ളാക്കണില്ല, കുറച്ചായിട്ട് നിർത്തി. ഉള്ളിലാണെങ്കിൽ ഒരു റെഡ് കളർ, കുട്ടികളല്ലേ, കുട്ടികൾക്കൊരു അട്രാക്ഷന് വേണ്ടിയിട്ട് തന്നെ ജസ്റ്റ് ഒരു റെഡ് അല്ല, റോസ് കളർ, ഒരു പിങ്ക് കളർ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൊടുത്തു. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഭംഗിയൊരു അട്രാക്ഷൻ തോന്നിക്കും. പിന്നെ കുറച്ച് ചോക്ലേറ്റും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക മോജിയുടെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അത് കേക്കിൽ കുത്തി വെച്ചു കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മോജിയുടെ മുഖമൊന്നും കാണാനില്ല. ശരിക്കും ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇത് നോക്കുമ്പോൾ ശരിക്കും മോജിയാണ് ഇതൊക്കെ, പക്ഷെ അതൊന്നും ഇതിൽ തീരെ കാണണേ ഇല്ല കേട്ടോ. അങ്ങനെ അത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വൈറ്റ് ചോക്ലേറ്റ് ഓവനിൽ വെച്ച് മെൽറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ റെഡ് കളർ കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. എന്നിട്ട് നമ്മൾ മോജീസ് ഉണ്ടാക്കാം. പിന്നെ ഉള്ളത് ചോക്ലേറ്റ്, ജസ്റ്റ് കുത്തി അവർ ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ കേക്കിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് ചോക്ലേറ്റും ഉണ്ടാക്കി. അപ്പോൾ അതും ഇതേപോലെ ഡെക്കറേഷൻ ചെയ്യാൻ വെച്ച് കൊടുത്തു. അത് മുകളിലും കുറച്ച് ബാക്കിലും ഇങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. നമുക്ക് ഈ കേക്ക് അവർക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അവർ പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, നല്ല ഡിസൈൻ. കുട്ടികൾക്കാവുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഡിസൈൻ കാണുമ്പോഴല്ലേ കുട്ടികൾക്ക് ഇഷ്ടം. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഉള്ളിൽ നല്ലോണം ഇട്ട് കൊടുത്തു. അതാവുമ്പോൾ കാണാൻ നല്ല ലുക്കാണ് കാണാൻ. ഇപ്പോൾ ഇതിൽ ഫോട്ടോത്തിൽ എനിക്ക് അത്ര ഭംഗി തോന്നുന്നില്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ചോക്ലേറ്റും അതുപോലെ മോജിയൊക്കെ വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ഷുഗർ ബോൾസ് നിറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു. കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആനിമൽസിന് ഉണ്ടാക്കിയിട്ട് ആനിമൽസിന് സ്റ്റിക്കർ നല്ലോണം വെട്ടി അത് നമ്മുടെ എന്താ പറയുക സ്റ്റിക്കിൽ ഒട്ടിച്ചിട്ട് അതും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കാണുമ്പോഴാണ് കുട്ടികൾക്കൊരു അട്രാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ ബോൾസുകൾ ഇട്ട് കൊടുത്ത് കുറച്ച് സ്റ്റാർ ഷുഗർ ബോൾസിൻ്റെ തന്നെ കുറച്ച് സ്റ്റാറുകൾ ഇട്ട് കൊടുത്തു കേട്ടോ.
അപ്പോൾ അത്യാവശ്യം ഇതൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികളെ ആകർഷിക്കാൻ പറ്റും. അങ്ങനെ ഇതാണെങ്കിൽ സിമ്പിൾ ഡെക്കറേഷനുമാണ്. നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ കുറച്ച് നേരം പിടിക്കും, ആ ഒരു ടൈം തന്നെ നമുക്ക് വേണ്ടുള്ളൂ. പിന്നെ എല്ലാം എളുപ്പമുള്ള ഡിസൈനാണ് കേട്ടോ, കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റിക്കർ എടുക്കാൻ പോയത് കേട്ടോ. പിന്നെ ഈ കേക്ക് എന്താ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചോക്ലേറ്റ് അധികം മെൽറ്റാവരുത്. നമ്മൾ മെൽറ്റാക്കുക ചോക്ലേറ്റ് കേക്കിന് ഇതുപോലെ നമ്മൾ മോജീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു റബ്ബറിൻ്റെ ഒരു മോൾഡ് കിട്ടും. അത് കടകളിൽ കിട്ടും, ചോക്ലേറ്റ് മോൾഡ് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങണം. പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡും ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ റബ്ബറിൻ്റെ മോൾഡും ഉണ്ടാവും കേട്ടോ. നമ്മളെപ്പോഴും റബ്ബറിൻ്റെ മോൾഡ് വാങ്ങുക നല്ലത് കേട്ടോ, അതാണ് ഇത്തിരി കൂടി നല്ലത്. പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോൾ പെട്ടെന്ന് കേടുവരും ചെയ്യും, പിന്നെ അത് അത്ര ഹെൽത്തി അല്ല. അപ്പോൾ റബ്ബറിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല, നല്ലതാണ്. അങ്ങനെ ഇത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ആദ്യം ഒരു മൊയലിനെ വെച്ച് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഒരു മാനിനെ വെച്ച് കൊടുത്തു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേന് സ്റ്റിക്ക് അതിന് വിട്ടുപോയി കേട്ടോ. സ്റ്റിക്ക് നമ്മൾ നന്നായി ഒട്ടിക്കണം, അല്ലെങ്കിൽ അതേപോലെ അടർന്നു പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു എലിക്കുട്ടനെ വെച്ച് കൊടുത്തു കേട്ടോ. ഈ കേക്ക് അപ്പോൾ അടിപൊളി ലുക്കായി. അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായി, കുട്ടിക്കൊക്കെ നല്ല ഇഷ്ടമായി പറഞ്ഞു കേട്ടോ. ഇതെങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ 2 കേക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റായിട്ട് വരുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ശരിക്കുള്ള ലുക്ക് കേട്ടോ. കണ്ടില്ലേ, കുട്ടികൾക്കൊക്കെ നല്ല കണ്ട മോജീനെ കണ്ടില്ലേ, അടുത്ത് നല്ല ഭംഗിയില്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ഗുഡ് ബൈ.